എൻ്റെ കേക്ക് വീഡിയോ കണ്ട് ഫോളോ ചെയ്ത ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർ ഇപ്പോഴും എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, കേക്ക് റെസിപ്പി ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കേക്ക് സ്പോഞ്ചിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഡെക്കറേഷനാണ് ചെറിയ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. കുട്ടികളുടെ നിർബന്ധം കാരണം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ കേക്ക് സെയിലൊന്നും ചെയ്യാറില്ല, എല്ലാം കൂടെ എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ കാരണം കൊണ്ടാട്ടോ ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാറുമില്ല, ഭയങ്കര മടിയാട്ടോ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മോളുടെ ബർത്ത്ഡേ ആയപ്പോൾ മക്കൾ നിർബന്ധം പിടിച്ചപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇവിടെ മക്കൾക്കൊക്കെ ചോക്ലേറ്റ് കേക്കാട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ഞാനിതാ 1 kg ബാറ്ററാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അത് 6 ഇഞ്ചിൻ്റെ 2 മോൾഡിലായിട്ടാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് 5 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. 5 ലെയറായിട്ട് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഹൈറ്റിൽ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ബാറ്റർ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ 5 ലെയറും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് 1.5 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് ക്രീം ചേർത്തിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മുകളിൽ ഡിപ്പ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ക്രീമിലും ഒഴിക്കാനൊക്കെ വേണ്ടിയിട്ടാട്ടോ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്കാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ബീറ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചൂടാറിയതിന് ശേഷം അതിൽ നിന്നൊരു പകുതിയോളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ക്രീം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണല്ലോ, ചോക്ലേറ്റ് ക്രീമായിട്ട് കിട്ടുമ്പോൾ. അപ്പോൾ ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേസ് എടുത്തിട്ടുണ്ട്. ആദ്യം ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഞാൻ ചേർത്തിട്ടുള്ളത്, ഞാൻ എപ്പോഴും അധികം ഇങ്ങനെ തന്നെയാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാറ്. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും 2 നുള്ള് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൂടരുത് കേട്ടോ വാനില എസൻസ് ഒന്നും. അപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പ് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അത് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് റിച്ച് ആയിട്ടാട്ടോ ഞാൻ അത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നല്ല റിച്ച് ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി, അതും ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒന്നുകൂടെ റിച്ച് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് 5ാമത്തെ ലെയർ വരെ ചെയ്തെടുക്കാം. ഇത് ചെയ്യാതെ ചെയ്യുമ്പോഴേ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ടൈം ഒരുപാട് പിടിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ 1.5 വർഷത്തോളമായിട്ട് ഞാൻ കേക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും 4ാമത്തെ ലെയറും വെച്ചു. അതിൻ്റെ മുകളിലും ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തു. ബദാമും ചോക്ലേറ്റും അതേപോലെ തന്നെ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്കിത് ക്രം കോട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫൈനൽ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഫൈനൽ ഫ്രോസ്റ്റിലും ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, ഫുള്ളായിട്ടിട്ട് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന കേക്കിൽ ഒട്ടും കളർ ചേർക്കുന്നത് എനിക്ക് ഇഷ്ടം തന്നെ അല്ല കേട്ടോ. പിന്നെ കുട്ടികൾ ഓരോന്ന് പറയുമ്പോൾ ജസ്റ്റ് ചേർക്കുന്നതേ ഉള്ളൂ, അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി. പക്ഷേ ശരിക്കും ചേർക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നല്ല നീറ്റാവണമെന്നൊന്നുമില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം വേണ്ട ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ കറക്റ്റ് നമുക്ക് ഇങ്ങനെ ഡ്രിപ്പായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നുണ്ട്, ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ, പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡെക്കറേഷൻ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ആദ്യം ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇതുപോലെ ഒരു അർച്ച് പോലെ ഒരു സംഭവമുണ്ട്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഒരു ടോപ്പറും കുറച്ച് ഫ്ലവേഴ്സ് 2 ഫ്ലവേഴ്സും വെച്ച് കൊടുക്കുന്നത്. ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കൊടുത്തിരിക്കുന്നത്. മക്കളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം തയ്യാറാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന ജസ്റ്റ് ചെറിയൊരു ഷോട്ടും കൂടെ ഞാനിതിൽ കൊടുക്കാം. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായിട്ടില്ലെങ്കിലും പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മോള് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവൾ വാരി കഴിക്കുന്ന ഒരു സീനാട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതും കൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പോഞ്ചിൻ്റെ
വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കുറേ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ പുതിയ ഫോളോവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്യണ്ടേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്